ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലുതെന്നല്ല, ഏറ്റവും നീളം കൂടിയ ഒരു ട്രക്കിങ്ങിനാണ് വന്നിരിക്കുന്നത്. അഗസ്ത്യാർകൂടം. നമുക്ക് 2025 ജനുവരിയിൽ നമുക്ക് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ബാക്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ കവാടം കാണാം. ഇവിടെയാണ് നമ്മുടെ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർക്കിംഗ് വരുന്നത്, നമ്മൾ വരുന്ന വഴിയിലെല്ലാം പാർക്കിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ കയറുന്ന വഴി. ഇവിടെ നിന്നാണ് എൻട്രൻസ്. മേളിലാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ ബുക്കിംഗ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം കുറച്ച് രാവിലെ എത്തി. ഇപ്പോൾ ഏറെക്കുറെ 9 മണി. നമ്മൾ രാവിലെ ഇവിടെ ഒരു 7 മണി 8 മണിയായപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം മേളിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാം. തമിഴ്നാടിന്റെ കളക്കാട് കുണ്ടത്തുറ ടൈഗർ റിസർവിന്റെ ഭാഗത്തുകൂടി. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈലൻ്റായി പോവുക. നമ്മൾ ആദ്യം അതിനെ അനങ്ങിപ്പിക്കും. എന്നാൽ മാത്രമേ നമുക്ക് സേഫായി മാറാൻ പറ്റൂ. ഇതിനെ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം, അതിന് പുറകെ പോകരുത്. അത് അപകടം ഉണ്ടാക്കും. അതുപോലെ നിങ്ങൾക്ക് ട്രക്ക് പാത്ത് വഴി മാത്രമേ യാത്ര ചെയ്യാനുള്ള അനുമതിയുള്ളൂ. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് കണ്ടൊരു ജീവിയെ കണ്ടിരിക്കുന്നു ഗൈസ്. നമ്മുടെ ജീവിയെ കണ്ടിരിക്കുന്നു ഗൈസ്. എന്താണെന്ന് അറിയില്ല ഗൈസ്. ഇത് എഴയുന്നുണ്ട് ഗൈസ്. ടീമുകളൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. യെസ്, നമ്മൾ പോവുകയാണ്. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് ടോട്ടൽ 14 കിലോമീറ്ററാണ്. 14 കിലോമീറ്റർ നമുക്കിന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ താഴെ അഗാധമായ കൊക്കയാണ്. 10 പേരുണ്ട്. നമുക്കൊരു വാച്ചർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന ഈ ട്രെയിൽ, ഈ ഫോറസ്റ്റ് ട്രെയിൽ അല്ലെങ്കിൽ ഈ പാത വിട്ടിട്ട് നമുക്ക് വെളിയിലോട്ട് താഴോട്ടൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ, മറ്റ് പരിപാടികളൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി കൊണ്ടുപോയപ്പോൾ അതിൻ്റെ കവർ അവർ കട്ട് ചെയ്തല്ലോ. പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം 200 രൂപ നമ്മളവിടെ ഒരെണ്ണത്തിന് ഡെപ്പോസിറ്റ് ചെയ്യണം. 10 കവർ അടുപ്പിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇടാനായിട്ടൊരു കവറൊക്കെ നമുക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെയുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ അവർ നമ്മുടെ ഒരു പൈസ ഡെപ്പോസിറ്റായിട്ട് മേടിക്കും. തിരിച്ച് സാധനം കൊണ്ട് തിരിച്ച് കാണിക്കുമ്പോൾ നമുക്കത് തിരിച്ച് നൽകും. ഓക്കെ, ഇതാണ് നമ്മളിനി നടന്ന് ഏറെക്കുറെ 14 കിലോമീറ്റർ നമുക്ക് നടന്നു പോകാനുണ്ട്. ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന പോലെ 2700 നമ്മുടെ ഇന്ന് ഇപ്പോൾ ഫീസായിട്ട് ഈടാക്കിയേക്കുന്നത്. 2700-നകത്ത് ഈ പറയുന്ന പോലെ 2200 രൂപ നമുക്ക് അവരുടെ ഫോറസ്റ്റിൻ്റെ ഫീസും അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ ബാക്കി 500 രൂപ അവരുടെ മാനേജ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മേടിക്കുന്നത്. സോ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് നമ്മളിവിടുന്ന് പൂർണ്ണമായിട്ടും അല്ലാതെ മേടിക്കേണ്ടതായിട്ടുണ്ട്. ഫുഡ് ഇവിടുന്ന് ഇൻക്ലൂഡഡ് അല്ല. ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ പറയുന്ന പോലെ അവിടെ ഒരു മെനു കൊടുത്തിട്ടുണ്ട്. വളരെയധികം കൂടുതലാണ്. നമ്മളിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം 100-150. ഉച്ചക്കലത്തെ ഫുഡ് നമ്മളിവിടുന്ന് കരുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡും പിന്നെ രാവിലത്തെ കാപ്പി കുടിച്ച് ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളിനി ഏറെക്കുറെ വൈകിട്ട് അങ്ങ് എത്തും. 3 മണി ടു 5 മണി. നമ്മുടെ എന്തോരം സ്പീഡിൽ നടക്കുന്നു അത്രയും പെട്ടെന്ന് എത്തും നമ്മൾ പോകുന്നതനുസരിച്ച്. സോ അതാണ് ഇവിടുത്തെ രീതികൾ. പിന്നെ മേളിൽ ചെല്ലുമ്പോഴായാലും നമ്മൾ ഈ പറയുന്ന പോലെ കയ്യിൽ ക്യാഷ് കരുതണം. ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല. സോ അവിടെ ഇപ്പോൾ ഒരു കഞ്ഞിയുടെ പൈസ തന്നെ ഏറെക്കുറെ 175 രൂപയാണ് ഒരു കഞ്ഞിക്കുള്ള പൈസ. സോ അത്രയും എക്സ്പെൻസീവാണ് ഫുഡ് ഇവിടെ. സോ അതും കൂടെ കരുതേണ്ടതാണ്. പിന്നെ ബാക്കി നമ്മൾ ഈ പറയുന്ന വരുന്ന വഴികളായാലും കാര്യങ്ങളായാലും വളരെയധികം ഓഫ് റോഡാണ്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. വളരെയധികം ഓഫ് റോഡാണ്. നമ്മൾ കുറച്ചധികം വണ്ടികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദൂരെ ഇട്ടിട്ട് അവരവിടെ നിന്നേ നടന്നാണ് വന്നത്. കാരണം അത്രയും മോശമായ വഴിയാണ്. ഗ്രൗണ്ട് ക്ലീനസ് കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്, വണ്ടിക്ക് അതിൻ്റേതായ കേടുപാടുകൾ സംഭവിക്കും. അതാണിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. താഴേക്ക് നല്ല രീതിയിലുള്ള കൊക്കയാണ്. വൈബാണ്. ഫുള്ള് പലതരം മരങ്ങളും കാര്യങ്ങളും എല്ലാം. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരത് നോക്കുക. മീൻസ് ഇപ്പോൾ അവിടെ ഒരു അസിസ്റ്റൻസ് വരുന്നവരെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓൺലൈൻ ടിക്കറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു അഫിഡവിറ്റിനകത്ത് നമ്മുടെ ബാക്കി എത്ര ഗ്രൂപ്പുണ്ടോ എത്ര പേരുണ്ടോ എത്ര പേരുടെ പേര് ഡീറ്റെയിൽ ഒപ്പെല്ലാം ഇടുക. ദെൻ 7 ദിവസത്തിനുള്ളിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മിനിമം MBBS ഡിഗ്രി ഉള്ള വാലിഡായിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ
ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ഒറിജിനൽ ID, ഏത് ID ആണോ നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പം നിങ്ങളവിടെ കൊടുത്തേക്കുന്നത് ആ സെയിം ID നമ്മളവിടെ ഒറിജിനൽ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. then നമ്മുടെ അത് മൊത്തം പരിശോധിച്ചതിന് ശേഷം നമ്മൾ ബാഗ് ഫുള്ള് പരിശോധിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും. അതിനുശേഷം നമ്മളെ ഇറക്കി വിടും. നമ്മൾ കാറിനായാലും ബൈക്കിനായാലും അതിനും പാർക്കിംഗ് ഫീ ഉണ്ട്. കാറിനാണെന്നുണ്ടെങ്കിൽ 4 വീലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപയാണ്, മറ്റേതാണെന്ന് ബൈക്കാണെന്നുണ്ടെങ്കിൽ 40 രൂപയാണ് വരുന്നത്. ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങി പോകുന്ന ആളുകളാണ്. 3 ദിവസം മുമ്പ് പോയിട്ട് വരുന്ന ടീമുകളാണ് ഇതെല്ലാം വരുന്നത്. നമ്മളിത് എങ്ങും എത്തിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഇവിടെ പിള്ളേർ കാണാൻ പോകുന്നു, നമ്മുടെ ടീമുകൾ പോകുന്നു. എല്ലാവർക്കും ഓരോ വടി കൊടുത്തിട്ടുണ്ട്. വടിക്ക് പോലും നമ്മൾ 20 രൂപ കൊടുക്കണം. 20 രൂപ കൊടുത്ത് നമ്മൾ വടി മേടിക്കണം. അതാ കഷ്ടപ്പാട്. വടിയാണ് പിന്നെ നമ്മുടെ കൂടെ. അപ്പോൾ വെയിറ്റായി, ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, എനിക്കുണ്ട്. അവിടെ നിന്ന് കയറിയപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. പൊടിയൻ പോകുന്നു. പൊടിയനാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ വളരെയധികം മികച്ച ഒരു വ്യക്തിയാണ്. പൊടിയന് വെയിറ്റ് കൂടുതൽ കാരണം പൊടിയെ ബൂട്ടെടുത്ത് കാറിയിട്ടാണ് വന്നത്. പൊടിയ ചെപ്പൽ മാത്രമേ എടുത്തുള്ളൂ. പൊടിയന് ബൂട്ട് വേണ്ട, പൊടിയന് ബൂട്ടില്ലാതെ ചെപ്പൽ മാത്രം ഇട്ടുകൊണ്ട് പോവുക. വെള്ളം വെയിറ്റ് ആണെന്ന് പറഞ്ഞ് വെള്ളം അവിടെ വെച്ചിട്ടാണ് എനിക്ക് വെള്ളം വേണ്ടെന്ന്. 14 കിലോമീറ്റർ ഒറ്റ മൈൻഡ് ഫ്രണ്ട് യാത്ര ചെയ്യുക, ഏറ്റവും ഫ്രണ്ടിൽ പോവുക. എവിടം വരെ ചെല്ലുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. വെള്ളം എന്ന് പറഞ്ഞ് കിടക്കത്തേ ഉള്ളൂ, പത വരത്തേ ഉള്ളൂ, നമുക്കൊന്നും അറിയത്തില്ല. ഒറ്റ മൈൻഡ്. ഇതേ പൊടിയിൽ നമുക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ മറ്റൊരാളുടെ കൂടെ അടുത്ത ട്രിപ്പിൽ പോയിക്കാണ്. അത് അടുത്ത ഒറ്റ മൈൻഡാ. ഇല്ല എന്തുവായാലും വയ്യ. വെയിലായി തുടങ്ങി. ആവശ്യത്തില്ല അധികം വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. നമ്മളവിടുന്ന് വരുന്ന വഴിക്ക് ഫസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വന്ന് നമ്മുടെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നമ്മുടെ ID മീൻസ് നമ്മുടെ ബുക്കിംഗ് ID കാണിക്കണം. നമ്മൾ ബുക്കിംഗ് ID കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടത്തുള്ളൂ. തന്നെ അവിടെ നിന്ന് നമ്മൾ ഏറെക്കുറെ ഒരു 15 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ ബേസ് ക്യാമ്പ് വരെ. ബേസ് ക്യാമ്പല്ല, നമ്മുടെ മോണക്കാട് ക്യാമ്പ് വരെ, ദെൻ ഫോറസ്റ്റ് ക്യാമ്പ് വരെ. ദെൻ അവിടെ നിന്നാണ് നമ്മൾ ബാക്കി ഈ പറയുന്ന നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളടുത്ത് വെള്ളച്ചാട്ടം, ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടങ്ങൾ. നമുക്ക് ഇവിടുത്തെ വാട്ടർ സോഴ്സ് ആയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. നമുക്കിപ്പം വെള്ളം, നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പിടിക്കാനല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സോ അത്രയും വൃത്തിയുള്ള വെള്ളമാണെന്നാണ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറൊക്കെ പറയുന്നത്. കാരണം അത്രയും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയും വൃത്തിയുള്ള വെള്ളമാണ്. ഓക്കെ, മീനുണ്ട്. പൊടിയൻ ഓൺ ഫയർ. അപ്പയൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം. ഇതാ പറയുന്നേ കൂട്ടുണ്ട് ഫീൽ ചെയ്ത് പോകണം. അതിനോട് ഞാൻ നടക്കും. അതിനോട് ഞാൻ ഇത്ര നിർമ്മിച്ചില്ല. കാട്ടുതീ തടയുക. കാട്ടുതീ തടയുക. കുറെ ആളുകൾ കയറുന്നുണ്ട്. യെസ്, നമ്മുടെ ഫസ്റ്റ് കയറ്റം സ്റ്റാർട്ട് ചെയ്തു. യെസ്,
ഓഫ് റോഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ കമ്പ് കുത്തിയാണ് നടക്കുന്നത്. നല്ല കയറ്റമാണ്. പിന്നെ ഇതുവഴിയൊക്കെ നമുക്ക് കൈ വെച്ചോടെ ഇത് ഇതുവഴിയൊക്കെ 4x4 വണ്ടിയൊക്കെ കൊണ്ടുപോകൂടെ നമുക്ക്? ചുമ്മാതെ ഈ ഫോറസ്റ്റുകാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിലേ കൂടെ വണ്ടി കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് ഇല്ലേ? ബൈക്കായിരിക്കും. ബൈക്കല്ല, ഇത്രയും വീതിയുള്ള വഴി കൂടെ നമുക്ക് സുഖമായിട്ട് ഉമാർക്കെല്ലാം കൂർക്കയും താറും എല്ലാം ഉണ്ടല്ലോ. ഒറ്റമൈൻഡ് അശ്വൻ വിത്ത് ബൂട്ടില്ലാതെ കാല്. വെള്ളത്തിലൊക്കെ ചവിട്ടി പൊടിയാൻ പറയുന്നത് ചെരുപ്പിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്ത് പോകാന്ന്, ഭൂമിയെ സ്പർശിച്ച് നടക്കാമെന്നാണ് പറയുന്നത്. എൻ്റെ ഷൂ വാട്ടർ പ്രൂഫ്, ചവിട്ടിയാലേ വെള്ളം കയറത്തില്ല. യെസ്, വി ആർ മൂവിങ്. യെസ്, നെല്ലിമരം നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യെസ്, നമ്മൾ അടുത്ത ഒരു വാട്ടർ സോഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു. ആ, ദിസ് ഇസ് പൊടിയാൻ. അവന് വയ്യ, അതുകൊണ്ട് തള്ളി എങ്ങനെ ഇടൂട്ടാ? ഇല്ല, അതിനൊന്നും ആവശ്യമില്ല. ഒരു വെള്ളച്ചാട്ടം അവിടെ കാണാം. യെസ്, നമുക്കിവിടെ ഒരു പൂജാ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംതിങ് റിലേറ്റഡ് ടു റിലീജിയസ് സെറ്റപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേ അധികം പേര് നമുക്ക് റിലീജിയസ് സെറ്റപ്പിൽ വരുന്നുണ്ട്. അഗസ്ത്യാർ മുനിയുടെ സെറ്റപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ അങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ മേളിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ആ രീതിക്ക് ചെരുപ്പ് പോലും ഇടാതെ കയറുന്നവർ കുറച്ച് പേരുണ്ട്. പൊടിയൻ കമാൻ. യെസ്, പൊടിയൻ ഒറ്റമൈൻഡ് പൊടിയൻ പറയേ. യെസ്, പൊടിയൻ. യെസ്, ഇവിടെ നമുക്ക് പാറ കാണാം. പാറക്കിടയിലൂടെ ഒരു സഞ്ചാരം. വാവ്, പാറകൾ. പൊടിയനെ കുറിച്ചൊന്ന് പറയാല്ലേ? പൊടിയോ, ഈ എന്തിനാ അഗസ്ത്യ മുനി ഇവിടെ പോയത്? ആര് കണ്ടുപിടിച്ചിവിടെ പോയത്? എനിക്കറിയണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്നായാലും ഇത് ട്രക്കിങ്ങിനകത്തൊരു 100 പേരുണ്ടെങ്കിൽ 80 പേരും തമിഴ് ടീംസാണ്. അവരെ വന്നിരിക്കുന്നത്. മലയാളികൾ കുറവാണ്. എനിക്കൊന്നൊരു കുറച്ച് പേരേ ഉള്ളൂ. ഒരു 10-30% മാക്സിമം ഉള്ളു മലയാളി. ബാക്കിയല്ല മലയാളികളാണ്. തമിഴ്നാട്ടിൽ മൊത്തം മലയാളികളാണോ? അതെ, തമിഴ്നാട്ടിൽ മൊത്തം മലയാളികളാണ്. നമ്മുടെ മൊത്തം മലയാളികളാണ്. തൊട്ട് 90 വയസ്സിനകത്തൊക്കെ മൊത്തം ഇതാ. ചെന്നൈയിലൊക്കെ വന്നിട്ടുണ്ട്. സിലമ്പം സ്റ്റാർ പൊടിയൻ മാസ്റ്റർ അതൊക്കെ കണ്ട് കോരിത്തിരിക്കും. മാസ്റ്ററിൻ്റെ അരുമ ശിഷ്യൻ പൊടിയൻ. യെസ്, ഇപ്പോൾ ഒരു ഷെഡ് കാണാം. അതുകൊണ്ട് ഇവിടെ നമുക്കല്ലേ ഒരു കുഴിയുണ്ട്. ഇത് വാച്ചർ ഹൗസ് ആണെന്ന് തോന്നുന്നു. വാരിക്കുഴിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാൻ കണ്ടൊരു പാലമുണ്ട്. നമ്മളങ്ങനെ
ക്യാമ്പ് 2 എത്തി. ലതിമോട്ട ക്യാമ്പ് 2. നമ്മൾ ഇത്ര നേരം ക്യാമ്പ് 1 നിന്നാണ് വന്നത്. നമ്മൾ ക്യാമ്പ് 2 എത്തി. നമ്മളിപ്പോൾ ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെള്ളം പോകുന്ന വഴിയാണ്, പക്ഷേ ഈ സമയമായതുകൊണ്ട് വെള്ളമില്ല. നമുക്ക് നല്ല വെയിലുണ്ട്, നല്ല രീതിയിൽ വെയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും വെയിലുണ്ട്. ഇപ്പം നമ്മൾ വെയിലില്ലാത്തൊരു സ്ഥലത്തോട്ട് കയറി, പക്ഷേ നല്ല തണുപ്പുണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട്. പക്ഷെ ഒടുക്കത്തെ വെയിലുവാ. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നല്ല രീതിയിൽ മൂക്കിനകത്തോട്ട് തണുപ്പ് കയറുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് വെയിലുമുണ്ട്. ഇപ്പം നമ്മളൊരു ഉൾക്കാട് സെറ്റപ്പിലോട്ട് നമ്മൾ കയറി. ഫുള്ള് കൊച്ചു മരങ്ങളും കാര്യങ്ങളും. മഴ പെയ്യുമ്പോൾ ഇതിലേക്കൂടെ എല്ലാം വെള്ളം ഒഴുകും, ഭയങ്കര പ്രശ്നമാണെന്നാണ് നമ്മുടെ വാച്ചറെണ്ണം പറഞ്ഞത്. അട്ടശല്യം ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ അട്ടശല്യമൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലില്ല, ചൂടായി, നനവില്ലല്ലോ വലുതായിട്ട്. ഉൾക്കാട് വഴി ഒരു നടത്തം ഇവിടെ നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനം. ഇവിടെ മീശപ്പുലിവലിക്ക് ശേഷം നമ്മളിപ്പോൾ ഏറെക്കുറെ വരുന്ന ഒരു ട്രക്കിങ്. ഇത് വല്ലാത്തൊരു ട്രക്കിങ്ങാണ്. വൈകിട്ടെന്തായാലും എത്തിക്കഴിയുമ്പോൾ അറിയാം നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പം നല്ല കയറ്റമുണ്ട്, കൊണ്ട് ആളുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പം 3 പേരാണ് വന്നത് ടോട്ടൽ. മീൻസ് എൻ്റെ കൂടെ ടോട്ടൽ ഞാനിവിടെ കൂട്ടി 3 പേര്. ഞങ്ങൾ 3 പേരാണേ. കാരണം അവർ 2 പേരാണ് നമ്മുടെ കൂടെ വന്നേക്കുന്നത്. നമുക്ക് മേളിൽ മല കാണാം. അപ്പോൾ മല 2 കയറണ്ടേ, അമ്പലമുണ്ടേ. എടാ ശങ്കരാചാര്യർ പിന്നെ തപസ്സിരുന്ന സ്ഥലം, ഇതുവരുന്ന സ്ഥലത്തിൻ്റെ പേര് അത് മൂകാംബിക, മറ്റേത് എന്തോ പീഠമാണ് അത്. സം ലൈക്ക് ശങ്കരപീഠം അത് അങ്ങനല്ല, എന്തോ ലൈക്ക് പീഠം അത്, എനിക്ക് മറന്നുപോയി. യെസ്, സർവജ്ഞപീഠം. യെസ്, ദാറ്റ്സ് ഇറ്റ്, സർവജ്ഞപീഠം. ആ സ്ഥലത്തിൻ്റെ പേര് ഇതുവരെ കിട്ടിയില്ലേ. എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? ഉടുപ്പി ഒന്നുമല്ല ഇവിടെ. കിട്ടുന്നില്ല, മറന്നുപോയി. ഇത് ജീപ്പിനകത്തൊക്കെ പോകുന്നതേടാ. അതിൽ ഞാൻ പൊടിയെന്ന് പേര് തന്നെ. എന്നിട്ട് പറഞ്ഞല്ലോ ഇടണ്ടെന്ന്. യെസ് യെസ്. ഇവിടെയൊക്കെ മഴയത്ത് വന്നാൽ രസമുള്ളതെന്ന് തോന്നുന്നത്. മഴ സമയം ഇവിടെയൊക്കെ നല്ലതായിരിക്കും. മഴ സമയത്ത് നമുക്ക് കിടിലമായിരിക്കും. ഇവിടെ രണ്ടുപേരെല്ലാം വെള്ളം പോകുന്ന വലിയ പാതകളാണ്. വെളിയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വരും. ഇന്നലെ പോയവരും 3 ദിവസം മുമ്പ് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ചൂട് മാറ്റി പൊടിയൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഇവിടെ ഷർട്ട് മാറ്റി ടീഷർട്ട് ഗായ്സ്. നമ്മളടുത്തൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നു. വാട്ടർ സോഴ്സ് ഇത്രയും വെയിലാണെങ്കിലും വെള്ളത്തിന് കുറവൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ എല്ലാം, നല്ല രീതിയിൽ വെള്ളമുണ്ട്.
ഇവനുണ്ട്. വീട്ടുകാർക്ക് വരെ പേടിയ ഇവനെ. വലിയൊരു ഗായ്സ്, അവിടെ വെടി പൊട്ടിക്കുന്ന ഗായ്സ്, എന്തോ സംഭവിച്ചു ഗായ്സ്. അത് വെടി പൊട്ടിക്കുന്ന സംതിങ് ഫിഷി. ഇതെല്ലാം വെള്ളം വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പം ചെറുതായിട്ടേ ഉള്ളൂ. അവിടെ ഒത്തിരി ആളുകളിരിക്കുന്നു, അവിടെ ഒത്തിരി ആളുകളിരിക്കുന്നു. അവിടെ ഈ പറയുന്ന വെടിയൊക്കെ പൊട്ടിക്കുന്നു. എന്തോ എവിടെയോ സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് ആ മരത്തിനകത്തൂടെ പുക പോകുന്നുണ്ടോ, മരത്തിനകത്തൂടെ പുക പോകുന്നുണ്ടോ അതുകൊണ്ട് അവിടെ ആരും കത്തിച്ചു. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വാട്ടർ ക്രോസിങ് ആയിരുന്നു ഗൈസ്. കണ്ട കയറ് ഇട്ടേക്കുന്നുണ്ട്. കയറ് പിടിച്ചാൽ കയറി നമ്മൾ പണ്ട് പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പം വെള്ളമില്ല. പക്ഷെ വലിയ വാട്ടർ ക്രോസിങ് ഒന്നുമില്ല, ചെറിയ ചെറിയുള്ള വെള്ളമേ ഉള്ളൂ. നമ്മുടെ പൊടിയന് ഏറ്റവും സംതൃപ്തി ആശ്വാസം ആയിക്കൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഗായ്സ്. ടോയ്ലറ്റ് കാട്ടിനടുക്കുക. അവിടെ വാരിക്കുഴി അവർ വെച്ചിട്ടുണ്ട്, മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ. എൻ്റെ അകത്തായിട്ടൊരു ഷെഡ്, അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പ് 3 കരമനയാർ ക്യാമ്പ് 3. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഓക്കെ, അവിടെ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മേലോട്ട് പോവാം. ഇത് മൃഗങ്ങൾ കയറാതിരിക്കാൻ അവർ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് പേടിക്കാനൊന്നുമില്ല. വെള്ളത്തിനും യാതൊരു പഞ്ചും ഇവിടെ ഒന്നും ഇല്ല. വെയിലിച്ചിരി ഉണ്ടെന്നല്ല, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും. അതും ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കാണ്ട് ഇപ്പോൾ ഇച്ചിരി വെയിലുണ്ട്. കുറച്ചാണ്ട് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ അവിടെ വെയിലില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലോഡ്സ് മരം. മരത്തിൻ്റെയൊക്കെ കമ്പ് വഹിക്കുന്നുണ്ട്. മാനത്ത് നോക്കി കിടന്ന് തലയെ കുത്തി വീഴും. അപ്പോൾ പിടിയാ, എവിടെയെങ്കിലും ഒരു സ്ഥലം പിടിയിടാം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തലയും കുത്തി വിടണേ. ഓടാ, നമ്മളൊന്ന് വീണാലോ, അല്ലെങ്കിൽ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷൂ ഇട്ട് നമുക്ക് പെട്ടെന്ന് കാല് മടങ്ങുമോ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ ഗ്രിപ്പും ഉണ്ട്. യെസ്, നമ്മളങ്ങനെ വെയിലത്തുനിന്ന് മാറി തണലത്തെത്തി ഗായ്സ്. നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമുക്കൊരു 4 മണിക്കൂറൂടെ ഉള്ള യാത്രയുണ്ട്. ഓപ്പോസിറ്റ് വന്നിട്ട് 4 മണിക്കൂറെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കങ്ങ് മൈൻഡ് അങ്ങ് ഔട്ടായി. ഇപ്പോൾ എത്തും പറഞ്ഞാൽ നമ്മൾ എന്തായാലും വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഒരു ചെപ്പലെടുക്കാൻ നല്ലതാണ്. വേണ്ട, നിങ്ങൾ ഷൂ മാറ്റി ചെപ്പലാക്കി ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുന്നതാണ്. കാരണം കാലിന് നല്ല ഇറിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ മാറ്റി അടുത്തിടുക. നമ്മൾ അത്രയും അതിനനുസരിച്ച് നല്ല ഇറക്കമുണ്ട്, അതിനനുസരിച്ച് നല്ല കയറ്റമുണ്ട്. നമ്മൾ അടുത്ത ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം എവിടെയോ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീണ്ടും അതിലേക്കൂടെ വെള്ളച്ചാട്ടം തേടി പോകുന്നു. എന്തോ ഒരു ഐറ്റം കിട്ടി. എന്തോ ഒരു മരമാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഏറ്റവും കൊള്ളാൻ കണ്ട ഫുള്ള് തേനീച്ചയാണ്. അതിനകത്ത് മൊത്തം തേനീച്ചയാണ്. എന്തോ വലിയ എന്തോ ചെടിയോ, എനിക്ക് തോന്നുന്നു എന്തോ
അവിടെ മറ്റേ ആലിക്കയെ പോലെ എന്തോ കായൽ കൂൺ ടൈപ്പ് എന്തോ സൈറ്റ് വേണമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിലെത്തി. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് താഴെ കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ വെള്ളച്ചാട്ടം എത്തി. ഇവിടെ ഒരുവിധം എല്ലാവരും ഇവിടെ ഉണ്ട്. കൂടെ വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരിവിടെ കുളിക്കുന്നു. കുറച്ചധികം പേരിവിടെ കുളിക്കുന്നു. നമ്മളിപ്പം വഴപ്പൈന്ത്യാർ ക്യാമ്പ് 4 എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അഗസ്ത്യാർ കൂടെ ഏറെക്കുറെ നമുക്ക് 12.5 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ ഇന്ന് ഇവിടം തൊട്ടിട്ട് നമുക്ക് 12.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അഗസ്ത്യാർ മലയിലേക്ക് ടോട്ടൽ. അത് നമ്മുടെ ഒരു ക്യാമ്പാണ്. അവിടെ ആണെങ്കിൽ അവിടെ പൂര ചീത്ത കിടക്കുന്നത്. അവിടെ ഭാര്യയും ഭർത്താവൂടെ സംതിങ് റിലേറ്റഡ് അടിയാണെന്ന് തോന്നുന്നു. അതിന് പമ്പ് അടി കിടക്കുന്ന അവിടെ എന്തുവായി തീരുമെന്തോ. കാടിൻ്റെ അടുക്കൊരടി. നമ്മളിപ്പം ഇത് ചെരുപ്പ് ഷൂസ് മാറ്റി അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി പെട്ടെന്ന് കാലി ഇടാനൊക്കെ പറ്റി. കുറച്ചൊരു ആശ്വാസമുണ്ട് കാറ്റ് കയറുമ്പോൾ. ഓക്കെ, ഷൂസെല്ലാം നമ്മൾ സൈഡിൽ ഫുള്ള് ഹാങ് ചെയ്തിട്ടുണ്ട്. പാറക്കൂട്ടങ്ങൾ. ഷൂസ് മാറ്റിയപ്പോൾ നമുക്കിപ്പോൾ നടക്കാനും വയ്യ. വെള്ളത്തിറങ്ങി കാല് തിന്നുന്നു. ടീമുകളെടുത്തി ഇവിടെ എല്ലാം ഫുള്ള് കത്തി കിടക്കുക. മരങ്ങളെല്ലാം കത്തി സെറ്റായിട്ട് കിടക്കുക. കണ്ട അതുകൊണ്ട് വലിയ മലകളാണ് ചുറ്റും. നട്ടുവെച്ച സമയമാണ്. ഇപ്പോൾ ഏറെക്കുറെ 1:30-2 മണിയായി. നല്ല വെയിലുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തിയ എത്രാമത്തെ വെള്ളച്ചാട്ടമാണെന്ന് ഒരു പിടുത്തമില്ല. ഒരുപാട് വെള്ളച്ചാട്ടമായി. എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എല്ലാവരും ഫുഡ് കഴിക്കുന്നു. ഇനിയിപ്പം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. പൊടിയൻ ഫുഡ് കഴിക്കുന്നു. കാശ് ഇതാണ് നമ്മുടെ ഫുഡ്. പൊടിയൻ വേണ്ടാന്ന് പറഞ്ഞ പൊടിയൻ്റെ ഫുഡ് കഴിക്കുന്നത്. പൊടിയനോൺ ഫയർ. ഇതാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഇരിക്കുകയാണ്. നമ്മൾ മേളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇവിടെ ചീവീടുകളുടെ ഭയങ്കര അധികമായ കളകളാരം കേൾക്കുന്നു. എന്തോ എവിടോ തകരാറുണ്ട്. ടു മച്ച് ചീവീഡ്സ്. ഓ ഭയങ്കര സൗണ്ട്. അനന്തമായപ്പോൾ വീട്ടിൽ നിന്നൊരു മെഡിറ്റേഷൻ ചെയ്തേനെ ആ പാറയിൽ. ഇവിടെ ഫുള്ള് ചീവീടാണ്. നമ്മൾ വലിയൊരു വെള്ളം സെറ്റപ്പ് എത്തി. പക്ഷെ ഇവിടെ വെള്ളമില്ല. നമുക്കിവിടെ വെള്ളം കുറവാണ്. ഇവിടെ എവിടെ എത്തി? ഓ ഇവിടെ എല്ലാം വലിയ കൊക്കയാണ്. ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. അപ്പം വലിയ കൊക്കയല്ല.
അടുത്ത ഒരു ക്യാമ്പ് പോലൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വെള്ളം നല്ല രീതിയിൽ ഉള്ളപ്പോൾ നമ്മളിവിടെ ഈ കയറ് പിടിച്ചാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വെള്ളമില്ല, പാറകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും പാറക്കൂട്ടങ്ങൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം ഒഴുക്കുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം നമുക്ക് വെള്ളമില്ല, വേറെ കയറി പിടിച്ച് കാര്യമില്ലല്ലോ. ഇരിമളെല്ലാം പറയുന്നുണ്ട് ഗൈസ്, എൻ്റെ പൊടി ഞാൻ കയറി പിടിച്ച് വരുന്നു. നമുക്കിനി ടോട്ടൽ 10 കിലോമീറ്റർ. നമ്മൾ ക്യാമ്പ് 5-ലെത്തി. അട്ടയാർ എത്തി ഗൈസ് നമ്മൾ. വഴികൾ നമുക്ക് കഠിനമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ വന്ന വഴി അതാണ് പോകണ്ടേ, അവരങ്ങ് മേളിലെത്തി. ഇനി നമുക്ക് ഇത് ഷോർട്ട് കട്ടാണ്, നേരെയുള്ള വഴി അതാണ്. നമ്മൾ ഇതുവഴി കയറുകയാണ്, അതാണ് നല്ല വഴി. ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടാണോ? ആയിരുന്നു. നല്ല നേരെയുള്ള വഴി ഒന്നും മതിയായിരുന്നു, ഒരുമാതിരി മറ്റടുത്ത വഴിയായി. നമ്മൾ അതിലേക്ക് ഇറങ്ങി ഇവിടെ വന്നേനെ. നമ്മൾ ഷോർട്ട് കട്ട് നമുക്ക് പോകേണ്ട ഇതിലേക്കൂടാണ്. നമ്മൾ പക്ഷേ ഇത് വഴിയാണ് പോകുന്നത്. എളുപ്പവഴി നോക്കുമ്പോൾ പക്ഷേ വഴി കഠിനമാണ്. ഇത് അവിടെ തന്നെ ചെല്ലുവോളാ. ഇത് നമുക്കിവിടെ ഒരു ഷെഡ് കിട്ടി, ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിവിടെ റെസ്റ്റ് എടുക്കുന്നവർക്ക് റെസ്റ്റ് എടുക്കാം. ഫുള്ളി മലകളാണ് കണ്ട, സൈഡ് ഫുള്ള് നമുക്ക് മലകൾ കാണാം, വലിയ വലിയ പാറകൾ. നമുക്കിനി ഇവിടെ ഫുള്ള് ഈ പുൽമേട, നല്ല വെയിലും ഉണ്ട്. ഗുഹ കണ്ട് അവിടെ തേനീച്ചയുണ്ട്. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ഗതി. വെള്ളം ഇല്ലാത്തടത്ത്, വെള്ളം വീഴാത്ത സ്ഥലമാകുമ്പം തേനീച്ച കൂട് വെക്കും. മറ്റേ മോർബിയസിനകത്ത് കൂട്ടൊക്കെ ഓവാല് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഗുഹയിൽ പോയി കയറണം. ഏത് ഗുഹയാണെങ്കിലും നടന്നല്ല പോകാൻ പറ്റും. ഇതെല്ലാം ഗുഹകളാണ്, വലിയ പാറ. ഇതെല്ലാം പൊട്ടിച്ച് കോറിക്ക് കൊടുത്തൂടെ? അതാകുമ്പോ പിന്നെ കാണാനായിട്ട് അതാകുമ്പോ ടിപ്പർ വരാനുള്ള. താഴത്തെ പമയ്ക്ക പാറയിൽ ഹോളുണ്ട്. ഫുള്ള് മൊത്തം പുൽമേടാണ് കണ്ട. അതാ ഫുള്ള് പുൽമേടാണ്. അതിനനുസരിച്ചുള്ള വെയിലും നമുക്ക് അടിക്കുന്നുണ്ട്. വെയിലാണ് മൊത്തം, ടു മച്ച് വെയിൽ. പൊടിയൻ്റെ തല തെങ്ങ് വരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടത്തെ കഠിനം ഇതാണ് ഗൈസ്, വല്ലാത്ത കഠിനം കേട്ടോ. കണ്ട നീണ്ടു നിവർന്ന് കിടക്കുക. എന്നാൽ ഇലയുള്ളൊരു മരം പോലും ഇല്ല, എല്ലാം ബഡ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എൻ്റെ പിന്നെ നല്ല റേറ്റാണ്. കണ്ടോ, നല്ല രീതിയിൽ വെയിലുണ്ട്. ഇവിടെ ഒരു തണൽ പോലും ഇല്ല. മരത്തിൻ്റെ തടിയുടെ ഷേഡിലെങ്ങാണ് നമ്മൾ ഇരുന്ന് അതല്ലാതെ നമുക്കൊന്നുമില്ല ഇവിടെ. ടു മച്ച്. അത് നട്ടുച്ച സമയം ഞങ്ങൾ റെസ്റ്റിലാണ് കാശ്. അതെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലങ്ങളുണ്ടോ നിങ്ങൾ? എനിക്ക് തെറ്റേ പറ്റത്തുള്ളൂ. ഒരുപാട് ആളുകൾ ദാണ്ട് നടന്നു വരുന്നു. നമ്മൾ ദാണ്ട് അവിടെ നിൽക്കുന്നു. കണ്ടോ, മേഘത്തിൻ്റെ ഒരു വര പോലെ കാണുന്നുണ്ട്. മേഘത്തിനകത്തുള്ള തണലാണത്, ഇലയുടെ കളറല്ല. ദാണ്ട് അവിടെ ഹായ്. ഓക്കെ, അതുകൊണ്ട് അവിടെ വലിയ വലിയ മലകൾ, വലിയ വലിയ കാലുകൾ. അതുകൊണ്ട് അവിടെ ആ തണൽ കാണുന്നു.
ഇവിടെ പൊടിയൻ്റെ തലേ മരം കാണുന്നു. തെങ്ങ് നട്ടു വെച്ചിരിക്കുന്നു പൊടിയൻ. ഞാനിവിടെ അടിച്ചു കുത്തിയിരിക്കുന്നു. യെസ്, അങ്ങ് എത്തണം നമ്മളിന്ന്. എപ്പം ചെല്ലുമോ എന്ന് എനിക്കറിയില്ല. ചെല്ലുമോ എന്നറിയില്ല, അതാണ് കറക്റ്റ്. ഈ താഴെ കണ്ടു നമ്മളില്ലേ അനിമൽ പ്ലാനറ്റ് അല്ല, പ്ലാനറ്റിനകത്തേക്ക് പുലി വന്ന് വണ്ടി പോകത്തില്ല നമ്മള്, ആ സെറ്റപ്പ് ഇല്ല അതുപോലെ. പുലി വന്ന് മാനിനെ പിടിക്കാൻ സ്ഥലം ഇത്. വണ്ടർഫുൾ. അങ്ങ് ദൂരെ 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 ആ സ്ഥലത്താണ് നമുക്കിനി ഇന്നത്തെ നമ്മുടെ സ്റ്റേ. ആ മലയ്ക്കപ്പുറം, അങ്ങ് ദൂരെ കാണുന്ന മലയ്ക്കപ്പുറം. നമ്മളിനി ഇവിടെ നിന്ന് ഇനി അത്രയും ദൂരം നമ്മൾ ഇന്നിനി നടക്കണം. കുറച്ചൊക്കെ തണലെത്തി. ഇത്രയും നേരം നമ്മൾ വെയിലത്തൂടെ നടന്ന് വേണം ഇലയുള്ള മരമൊക്കെ കണ്ട് നമ്മൾ. അയ്യോ, അടിഞ്ഞാൽ കൂടെ തണലായി. നമ്മൾ തണലത്തെത്തി. ഇനി അങ്ങോട്ടെല്ലാം ഇതേ കയറ്റമാണെന്നാണ് വരുന്നവരൊക്കെ പറഞ്ഞത്. പമ്പം കയറ്റം വെച്ചാൽ പമ്പം കയറ്റങ്ങൾ വേണ്ടോ. താഴോട്ട് അത്രയും ഫുള്ള് മലകൾ. അങ്ങ് കാണുന്ന മൊട്ടക്കുന്നിൻ്റെ മണ്ടയിൽ നമ്മൾ കയറണ്ടേ. ഇത്രയും മല നമ്മളിനി കുത്തനെ മല നമ്മളിനി കയറണം. വെയിലാണ് നമ്മളിപ്പം പിടിച്ച് നിർത്തുന്നത്. ഇത്രയും വെയിൽ, ഭയങ്കര വെയിൽ. ഇവിടെ വെള്ളം പോകുന്നത് ചാലൊക്കെ കണ്ടോ, ടു മച്ച് ഡീപ്പ്. ആ പൊടിയാൻ ഈ കുഴിയൊക്കെ കണ്ടോ. അയ്യോ, കിണറിൻ്റെ അത്രയുണ്ട്. അമ്പം കുഴി, ടു മച്ച് കുഴി. അപ്പുറ സൈഡിലുണ്ട്. ഈ റോഡ് പന്നലായിരിക്കാൻ വേണ്ടി അവർ രണ്ട് സൈഡിലും വലിയ കുഴി കുഴിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് അങ്ങ് കാണുന്ന വഴി കാണുന്നുണ്ടോ, ആ വഴിയിലെത്തണം. അതുവഴി നമുക്ക് അങ്ങ് മേടി കയറണം. നല്ല കയറി നടന്നു പോകുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കയറി ഇനി അങ്ങ് ചെല്ലണം. ഇത്രയും പറ്റും. പക്ഷെ നല്ല രസമാണ് കാട്ടിനടുക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഇവിടുന്ന് നേരെ പുറത്തിറങ്ങി നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ. നമ്മളിപ്പം എവിടെ വെച്ചതായി. അയ്യോ, അതാ നമ്മൾ വന്ന വഴിയാണ്ട് നമുക്ക് ഇതിനകത്ത് കാണാം. അങ്ങ് അറ്റത്തും നമുക്ക് നമ്മൾ വന്ന വഴികൾ കാണാം. നമ്മളങ്ങ് ദൂരത്തു നിന്നാണ് വന്ന്. പാമ്പ് കിടക്കുന്നത് കിടക്കുന്നു. ഓ മൈ ഗോഡ്, നമുക്കിനി ഈ കയറ്റം മൊത്തം കയറണം. എന്തായാലും വൈകിട്ടായി 3 മണി 4 മണി. നല്ല തണുപ്പ് ഇറങ്ങി, വെയിലെല്ലാം പോയി. അതുകൊണ്ട് സുഖം. നമ്മളങ്ങനെ ഒരുവിധം മേളിലെത്തി. ഇനി നമുക്ക് ആ കയറ്റം കയറണം. പക്ഷെ നമ്മൾ ഇത്രയും കവർ ചെയ്ത് ഇനി അറ്റം വരെ നീണ്ടു കിടക്കുന്ന വഴി നമ്മൾ കവർ ചെയ്ത് ഇത്രയും ദൂരം എത്തി. നിശബ്ദമായ കാട്. നമ്മൾ സംസാരിക്കില്ലേ, ശബ്ദം കേൾപ്പിക്കാതെ പോകണം. കീപ് സൈലൻസ്. നീ പറയണ്ട കേട്ടോ. ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഉണ്ടല്ലോ. നമ്മളങ്ങനെ വീണ്ടും അടുത്ത ബേസ് എത്തി. നമുക്ക് ബേസ് ക്യാമ്പ് ഇപ്പോൾ 7 എത്തി. ഇത് നമുക്ക് ഒരു 6 കിലോമീറ്റർ കൂടെ, ഒരു 6 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യാർ കൂടം കയറാം. പക്ഷെ നമ്മളതൊന്നും കയറുന്നില്ല, നമ്മളത് നാളെ കയറുന്നുള്ളൂ. സോ നമ്മുടെ ബേസ് ക്യാമ്പ് ഏറെക്കുറെ എത്താറായിട്ടുണ്ട്. സോ നമ്മളിവിടെ നിന്ന് സ്റ്റേ ചെയ്യും. അതിനുശേഷം നാളെയാണ് ഈ 6 കിലോമീറ്റർ നമ്മൾ കയറുന്നത്. സോ അത് ഫുള്ളി നല്ല രീതിയിലുള്ള കയറ്റമായിരിക്കും എന്തായാലും. അപ്പം നമുക്ക് അതിനകത്ത് 2 ഓപ്ഷനുണ്ട്. നാളെ നമുക്ക് കയറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് തിരിച്ച് ഇറങ്ങി താഴത്തെ ബേസ് ക്യാമ്പിലോട്ട് നമുക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇവിടെ പോയിട്ട് ഏറെക്കുറെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ റൂമിലെത്തും. അതിനുശേഷം നമുക്ക് അവിടെ കിടന്നിട്ട് ഈ പറയുന്ന പോലെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നാളെ എല്ലാം മറ്റന്നാൾ നമുക്ക് തിരിച്ചിറങ്ങാം. നമ്മുടെ ഇഷ്ടം. കുറച്ചധികം പേര് ഇപ്പോൾ ഇന്നലെ വന്നവരൊക്കെ ഇന്ന് അഗസ്ത്യാർ കൂടെ മലയും കയറിയിട്ട് ഇന്ന് തന്നെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. സോ ഏറെക്കുറെ അങ്ങനെ പറയുമ്പോഴത്തേന് അത്രയും കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അതല്ല രാത്രിയിൽ റോഡിൽ കൂടെ നമ്മൾ പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളത് പ്രിഫർ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ നാളെ അറിയാം. നമ്മളങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ ബേസ് ക്യാമ്പിൻ്റെ ഒരു അറ്റം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ 5 മണി ആയിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം വരുമ്പോഴത്തേന് ഫസ്റ്റ് ബാച്ച് കയറാൻ നോക്കുക. ഞങ്ങൾ ലാസ്റ്റ് ബാച്ചായിരുന്നു. സോ നിങ്ങൾ ഈ പറയുന്ന പോലെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേന് രാവിലെ വന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് കയറാൻ പറ്റും. സോ ഞങ്ങൾ ലാസ്റ്റ് ബാച്ചായിരുന്നു. എന്നിട്ട് ഏറെക്കുറെ ഞങ്ങൾ ഫസ്റ്റ് എത്തി. ബാക്കി ബാച്ചെല്ലാം ബാക്കിലാണ്. ഞങ്ങൾ പെട്ടെന്ന് കയറി.
നിങ്ങളിപ്പം വരുമ്പോൾ മാക്സിമം ഫസ്റ്റ് ബാച്ച് കയറാൻ നോക്കുക. അത് ഇവിടെ നേരത്തെ ഇവിടെ എത്തി നിങ്ങൾക്ക് കുളിച്ച് സെറ്റായി ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മളിപ്പം വന്നപ്പോൾ തന്നെ 5 മണിയായി. സോ ഫസ്റ്റ് ബാച്ച് ഏറെ 3 മണിക്ക് ഇവിടെ കയറുമെന്ന അവിടുത്തെ വാച്ചർ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മുടെ ഷെഡ്, മീൻസ് നമ്മുടെ ബേസ് ക്യാമ്പ് വരുന്നത്. സോ ഇവിടെ ഏറെക്കുറെ 200 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ബേസ് ക്യാമ്പ് വരുന്നത്. ഇവിടെയും ഫുള്ള് ഫെൻസിങ് ഒക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം, ബെഡ് സ്പേസ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഫുള്ള് തറയിലാണ് നമുക്ക് ബെഡ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഫുള്ള് പക്ക ഡോർമെറ്ററി സെറ്റപ്പാണ്. ഇങ്ങനെ 2 ബാരക്സ് ഉണ്ട് ഇവിടെ. ഒരു ബാരക്സ് എന്നാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് അടുത്തൊരു ബാരക്കാണ്, അതിപ്പോൾ ഫുള്ളാണ്. സോ അതിൻ്റെ അപ്പുറത്ത് അത് ലേഡീസിൻ്റെ ആണ്. അതിൻ്റെ അപ്പുറത്ത് കൊണ്ട് ആ സ്ട്രെയിറ്റ് കാണുന്നതാണ് നമ്മുടെ ഓഫീസ്. സോ അതുപോലെ തന്നെ ഇവിടെ താഴായിട്ട് നമുക്കൊരു 1-2 ഷെഡുണ്ട്. സോ ഫുള്ളി ഇവിടെ സോളാർ പവേഡാണ്. ഫുള്ളി നമുക്ക് ഇവിടെ ഉണ്ട്. നാളെ നമുക്ക് കയറേണ്ട പാറ അതാണ്. ഇതാണ് അഗസ്ത്യാർ കൂടെ. 9 മണി വരെ ഈ പറയുന്ന ഒരു പവറുള്ളൂ. സോളാർ ആയതുകൊണ്ട് 9 മണിയാകുമ്പോൾ പവർ കട്ട് ചെയ്യും. അതിനുശേഷം പാമ്പിൻ്റെ ശല്യവും അതൊക്കെ ഉണ്ടായതുകൊണ്ട് ടോർച്ചൊന്നും ഇല്ലാതെ വെളിയിൽ ഇറങ്ങണമെന്നാണ് നമ്മുടെ നിർദ്ദേശം. നമ്മളിനിയിപ്പം കുളിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് 6 മണി വരെ നമുക്കിപ്പോൾ കുളിക്കാനുള്ള ഇതുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ബാച്ച് വന്നവർക്കെല്ലാം എളുപ്പമായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ അവർ 3 മണിയായപ്പോൾ ഇവിടെ എത്തി. പക്ഷേ ഫസ്റ്റ് ബാച്ചിനെ വിട്ട സമയത്ത് ഞങ്ങളുടെ പേര് പോലും വിളിച്ചിട്ടില്ല. ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ പേര് പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ എത്തിയപ്പോൾ 5 മണിയായി. നമ്മളൊന്ന് ചായ കുടിച്ചു. നമ്മളിനി കുളിക്കാൻ പോവാണ്. ഇവിടെയൊക്കെ അവിടെ ഫുള്ളി മുള്ളുവിലേക്ക് ഇട്ട് സെറ്റാക്കി വെച്ചേക്കും. അതോട്ട് ഒന്ന് കയറാതിരിക്കാം. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം വഴി. നമുക്കിനി നേരെ പോയിട്ട് അവിടെ നമുക്ക് നമ്മുടെ വേറെ ബാറക്സിൻ്റെ, മീൻസ് നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് നമുക്ക് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആവശ്യം പോലെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വൈബാണെന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞു. സോ നമ്മളൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് കയറ്റുകയും ചെയ്യും. ഇപ്പം 5:45. ഓക്കെ, സോ അതിന് നമ്മൾ പെട്ടെന്ന് കുളിച്ചിട്ട് കയറാം. ഒന്ന് മുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷീണം അങ്ങ് മാറുമല്ലോ. ബാക്കി നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ട് കാണാം. നാളെ കയറാൻ പോകുന്ന ഐറ്റംസാണ് ഇത്. ഇമ്മാതിരി ഐറ്റംസിൻ്റെ മണ്ടയിലാണ് നമ്മൾ നാളെ കയറുന്നത്. കണ്ട നമ്മൾ അവിടുന്ന് ഇത് കാണുന്നുണ്ട്. നമ്മൾ നടന്ന് വരും തൊട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഇതുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും മലയാണ്. റൗണ്ട് ചെയ്ത് ഫുള്ള് മലയാണ്. കണ്ട ഫുള്ള്.